മടിയുള്ള ദിവസം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആവിയിൽ വേവിച്ചെടുക്കുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടത്. 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങേൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ അരക്കുമ്പോൾ ഒരുപാട് അരഞ്ഞു പോകരുത്, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് ഇത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒറോട്ടിയും പത്തലെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്കിത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എടുക്കുന്നത് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ കുഴക്കുമ്പോൾ നിങ്ങളൊരു തവിയോ മറ്റോ യൂസ് ചെയ്തിട്ട് കുഴച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു സ്റ്റീമറിൽ വെള്ളം ചൂടാക്കുക. ഇതിൻ്റെ മുകളിൽ തട്ട് വെച്ച് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് മാവെടുത്തിട്ട് ഇതുപോലെ ബോൾ ഷേപ്പിലാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നിറയെ എല്ലാ മാവും നമ്മൾ ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് കൊണ്ട് ഇത് നല്ലപോലെ കുക്കായിട്ട് വരും. ഇനിയിപ്പോൾ നമുക്കത് ചൂടാറാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. ഓയിൽ ചൂടായിട്ട് വന്നാൽ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളിയും പച്ചമുളക് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. മസാല കൂടുതൽ വേണമെങ്കിൽ ഉള്ളിയും മുളകിലും കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബോൾസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ, കുറേ എണ്ണം പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പിന്നെ എടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക. എല്ലാ ബോളിലും മസാല പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കറിയൊന്നും ആവശ്യമില്ല കേട്ടോ, ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം.